അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വസിക്കുന്ന ആദർശത്തോടും പറയുന്ന ആശയത്തോടും പ്രതിബദ്ധതയുണ്ടാവുക എന്നത് ഒരു പ്രബോധകൻ്റെ ധാർമ്മികമായ ബാധ്യതയാണ്. എന്നാൽ യാതൊരു വിധത്തിലും ധാർമ്മികതയില്ലാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും ആരോടെങ്കിലുമൊക്കെയുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടിയും ആരുടെ കൂടെ കൂടാനും ഒരു മടിയുമില്ലാത്ത ഒരു മൗലവിയുണ്ട്. പറഞ്ഞു വരുന്നത് വഹാബി പുരോഹിതനായ റഫീഖ് സലഫിയെക്കുറിച്ചാണ്. തബ്ലീഗിൽപ്പെട്ട രണ്ട് മൗലവിമാർ, ഒന്ന് അമീൻ മാഹി എന്ന മൗലവി, മറ്റൊന്ന് ഇഖ്ബാൽ എന്ന് പറയുന്ന വേറൊരു മൗലവി. രണ്ടുപേരും തമ്മിൽ അവരുടെ അഖീദാപരമായ എന്തോ വിഷയത്തിൽ തർക്കമുണ്ടാവുകയും വെല്ലുവിളിയാവുകയും പിന്നീടത് സംവാദമോ വ്യവസ്ഥയോ ചർച്ചയോ അങ്ങനെ പലതുമാവുകയും ചെയ്തു. അതിൻ്റെ വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ റഫീഖ് സലഫി എന്ന പുരോഹിതൻ അവരിൽ ഇഖ്ബാൽ ജമാൽ എന്ന ഒരു മൗലവിയുടെ കൂടെ അങ്ങോട്ട് കൂടി. ഞാനിങ്ങനെ ആലോചിച്ചു, തബ്ലീഗ് ജമാഅത്തിൻ്റെ വിഷയത്തിൽ റഫീഖ് സലഫിക്ക് എന്താ കാര്യം? റഫീഖ് സലഫിയുടെ പ്രസ്ഥാനം തബ്ലീഗ് ജമാഅത്തിനെ അംഗീകരിക്കുന്നുമില്ല. എന്നിട്ടും ഒരാളുടെ കൂടെ കൂടി മറ്റാൾക്കെതിരെ ശക്തമായി റഫീഖ് പ്രതികരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അന്വേഷിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ റഫീഖിന് അമീൻ മൗലവിയോട് എന്തൊക്കെയോ ശത്രുതയുണ്ട്. ആ ശത്രുത തീർക്കാൻ വേണ്ടി സ്വന്തം ആദർശം പോലും മറന്നുകൊണ്ട് ഇഖ്ബാൽ മൗലവിയുടെ കൂടെ കൂടിയതാണ്. എന്നിട്ട് റഫീഖ് മൗലവി 2 വീഡിയോ അമീൻ മൗലവിക്കെതിരെ ഇറക്കി. എന്നിട്ടോ റഫീഖ് മൗലവി പറയുന്നത് എന്താ? അമീൻ മാഹിയുടെ സംവാദ വെല്ലുവിളി, ആ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകളുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അവരുടെ വെല്ലുവിളിയും അവരുടെ ചർച്ചകളുമൊക്കെയായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഈ മൗലവിയാണ് ജനങ്ങളോട് പറയുന്നത്. എന്ത് കാര്യത്തിനാണ്? കാര്യമുണ്ട്, അത് പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും റഫീഖ് തന്നെ പറയട്ടെ. ഈ അമീൻ മാഹിയെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഒരു പ്രബോധകന്റെ നിലവാര തകർച്ചയാണ് അദ്ദേഹത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരു പ്രബോധകന്റെ നിലവാര തകർച്ചയോർത്തിട്ട്, അമീൻ മൗലവിയുടെ നിലവാര തകർച്ചയോർത്തിട്ട് റഫീഖ് മൗലവിക്ക് വല്ലാത്ത സങ്കടമാണ്. എന്താണ് നിലവാര തകർച്ച എന്ന് റഫീഖ് തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും ഒക്കെ വളരെ മോശമായ വാക്കുകൾ കൊണ്ടാണ് ഇയാൾ അഭിസംബോധന ചെയ്യുന്നത്. അതാണ് അമീൻ മൗലവിയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണം. എന്നാൽ പിന്നെ ഈ മൗലവിയുടെ നിലവാരം അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇത് അമീൻ മാഹി, അമീൻ മൗലവി എന്ന് പറയും. ഇയാൾ ഒരു പ്രത്യേകമായ മാനസിക രോഗത്തിൻ്റെ അടിമയാണ്. റഫീഖിനെ വിമർശിക്കുന്ന എല്ലാവർക്കും റഫീഖ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് മാനസിക രോഗത്തിൻ്റെ അടിമ. എന്നെ വിളിച്ചിട്ടുണ്ട്. ഇയാളാണ് അമീൻ മൗലവിയുടെ നിലവാര തകർച്ചയോർത്തിട്ട് വല്ലാതെ സങ്കടപ്പെടുന്നത്. മാത്രമല്ല, അമീൻ മൗലവിയെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അമീനെ, നിനക്കിത് നിഷേധിക്കാൻ കഴിയോ? പറ്റുമെങ്കിൽ നീ ഒന്ന് നിഷേധിക്ക്. നീ ഇങ്ങനെ സെലഫികളുടെ പിറകിൽ കൂടുന്നല്ലോ, എൻ്റെ പിന്നാലെ കുറെ നാളായല്ലോ, ഇതൊക്കെ നീ പറയിപ്പിച്ചതാണ്. നല്ല നിലവാരമുള്ള വാക്കുകളല്ലേ? ഇയാളുടെ പിന്നാലെ കൂടി, അതാണ് പ്രശ്നം. എന്താ സംഭവം എന്നറിയോ? ഇയാൾ ഒരു ലോക വിവരക്കേട് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബ് എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല പോലും. സ്വഹാബികൾ ആരും തന്നെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല പോലും. അങ്ങനെ വിശേഷിപ്പിക്കുന്നത് പിഴച്ചുപോയ സൂഫികളുടെ സ്വഭാവമാണ് പോലും. സ്വഹാബികൾ ആരെങ്കിലും തിരുനബിയെ ഹബീബെന്ന് വിളിച്ചത് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഡോക്ടർ ഫൈസൽ അഹ്സനി ഉസ്താദിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇയാളുടെ ഈ വിവരക്കേട് പുറത്തു വന്നതോടെ പല ഭാഗത്തു നിന്നും മറുപടികൾ വന്നു. ചെറിയ ചെറിയ മുത്തഅല്ലിമീങ്ങൾ പോലും ഇയാൾക്ക് മറുപടി കൊടുത്തു. അക്കൂട്ടത്തിൽ ഈ അമീൻ മൗലവിയും ഏതോ ഒരു സഊദി പണ്ഡിതൻ എഴുതിയ ഒരു ഗ്രന്ഥം, ഒരു കിതാബ്, അതിൻ്റെ പേര് തന്നെ ഹബീബ്, ഹാദൽ ഹബീബ് എന്നോ മറ്റോ ആണെന്ന് ഓർക്കുന്നു. ഏതായാലും അത് അമീൻ മൗലവിയും ഇയാളുടെ വിവരക്കേടിന് മറുപടിയായി വീഡിയോയിലൂടെ കാണിച്ചു. അതോടുകൂടി ഇയാൾക്ക് അമീൻ മൗലവിയോട് കലിപ്പായി.
ഇയാൾ തന്നെ പറയട്ടെ. കുറച്ച് ദിവസങ്ങളായി ഇയാൾ എൻ്റെ പിറകിലാണ്. എൻ്റെ ക്ലിപ്പുകൾ ഇങ്ങനെ കട്ടുമുറിച്ച് ഞാനതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നേരിട്ട് പോയി ഇയാളുടെ വാട്സപ്പിൽ 2-3 ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരാഴ്ചയോളമായി ഇയാൾക്കത് വിശദീകരിച്ചു കൊടുത്തിട്ടും എൻ്റെ നിലപാടുകൾ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും എൻ്റെ ക്ലിപ്പ് മുറിച്ച് കൊണ്ടുവന്ന് ഇയാൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് ആനന്ദിച്ച് അതിലിങ്ങനെ സന്തോഷം കണ്ടെത്തിയിരിക്കുകയാണ് ടിയാൻ. ഇയാൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ചെയ്തുകൊണ്ടൊരു വലിയ വിവരക്കേട് പറഞ്ഞു. അമീൻ മൗലവി അതിന് മറുപടി പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തത്രേ, അമീൻ മൗലവിയുടെ വാട്സപ്പിൽ പോയിട്ട് മൂപ്പരുടെ നിലപാട് വിശദീകരിച്ചു കൊടുത്തു പോലും. അമീൻ മൗലവി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഗണ്ണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോടല്ലേ പറയേണ്ടത്. അമീൻ മൗലവി സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോടല്ലേ നിങ്ങൾക്കായിട്ട് മറുപടി പറഞ്ഞത്. എന്നിട്ട് വാട്സപ്പിൽ പോയിട്ട് മൂപ്പര് പറഞ്ഞു കൊടുത്തു അത്രേ. അതിൻ്റെ കലിപ്പ്, അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഫൈസൽ അഹ്സനിയെ വെല്ലുവിളിച്ച് നാണം കെട്ടു. അതേപോലെ തന്നെ ഇയാളുടെ പഴയകാല പ്രസംഗങ്ങളിൽ തിരുനബി തങ്ങളെ ഹബീബ് 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 എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു. അതോടുകൂടി ആകെ നാണക്കേടായി. സ്വന്തം കുഞ്ഞാടുകൾക്കിടയിൽ പോലും ഇയാൾ നാണം കെട്ടു. പലരും ചോദ്യം ചെയ്യാനും തുടങ്ങി. അപ്പൊ പിന്നെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി, കുഞ്ഞാടുകളെ പറ്റിക്കാൻ വേണ്ടി ഇയാൾ ഇഖ്ബാലു മൗലവിയുടെ കൂടെ കൂടിയിട്ട് അമീൻ മൗലവിക്കെതിരെ രംഗത്ത് വന്നതാണ്. എന്നിട്ടോ അമീൻ മൗലവിക്കെതിരെ രംഗത്ത് വന്നിട്ട് അമീൻ മൗലവി മുങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പരൊരു വീഡിയോ ചെയ്തു. എന്ത് കാര്യത്തിനാ? ഈ മുങ്ങി നടക്കൽ ഇങ്ങനെ തുടർന്നപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഞാനൊരൊറ്റ വീഡിയോ ചെയ്തു. അമീൻ മൗലവി എവിടെ? ഇയാളെ കാണാനില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കാത്തത്? അയാളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഇവിടെ കാത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഓടി ഒളിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഗതികേട് കൊണ്ട് പിടികൊടുക്കേണ്ടി വന്നു. അവസാനം ഈ അമീൻ മൗലവി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ അദ്ദേഹം ഒരു ഡേറ്റ് കുറിച്ചിട്ടു. അതിങ്ങനെയായിരുന്നു: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻകാരൻ റഫീഖ് സലഫി ക്ഷണിച്ച അഖീദ ചർച്ചയ്ക്ക് തയ്യാർ, ഡേറ്റ് 30/11/2025 കാലിക്കറ്റ് എന്നാണ് ഇയാൾ കുറിച്ചിട്ടത്. ഞാൻ ക്ഷണിച്ചിട്ടില്ല, അത് വേറെ വിഷയം. ക്ഷണിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം, അതിനുള്ള ത്രാണിയൊന്നുമില്ല. പക്ഷെ ആരാന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനും ആരെങ്കിലുമൊക്കെ ചർച്ച വെച്ചതിൻ്റെ വാലിൽ തൂങ്ങാനുമൊക്കെ നല്ല മിടുക്കാണ്. ആ മിടുക്കുമായിട്ട് രംഗത്തിറങ്ങിയപ്പോഴാണ് അമീൻ മൗലവി നിങ്ങളെയും കൂടി കൂട്ടിപ്പറഞ്ഞത്. നിങ്ങൾ ചെല്ല്, നിങ്ങളുടെ അഖീദ അമീൻ മൗലവിയുമായിട്ട് ചർച്ച ചെയ്യും, കിട്ടിയ ഒരവസരമല്ലേ. അതിന് തയ്യാറാകാതെ ഇഖ്ബാലു മൗലവിയെ ചാട്ടേ കയറ്റി വിടുകയാണ് ഈ സാധു. നിങ്ങളിനി കൈയൊഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം സംവാദവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ പുറത്തുവിട്ടത് നിങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളി നടത്തുന്നത് നിങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നത് റഫീഖാണ്. അപ്പൊ പിന്നെ റഫീഖും ആ സംവാദത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയുന്നത്? ഇഖ്ബാലു മൗലവിയൊക്കെ പറയുന്നത് കേട്ടോ, ബഹുമാന്യനായ ഇഖ്ബാലു മൗലവി എന്നൊക്കെ പറയുക മാത്രമല്ല, ഇഖ്ബാലു മൗലവി മൂപ്പർക്ക് 10,000 രൂപ അയച്ചും കൊടുത്തു അമീൻ മൗലവി സംവാദത്തിന് വന്നതുകൊണ്ട്. എന്നാൽ മറുഭാഗത്ത് ബഹുമാനനായ ഇഖ്ബാൽ മൗലവി അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവനും അദ്ദേഹം പാലിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ അമീൻ ഒളിച്ചു നടക്കുന്ന ഈ അമീൻ മൗലവിയെ സംവാദത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 10,000 രൂപ ഇനാം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തു. ഞാൻ ഈ ക്യാഷിന് വേണ്ടി വീഡിയോ ചെയ്തതല്ല. പക്ഷെ ഞാൻ കാരണം അദ്ദേഹം സംവാദത്തിലേക്ക് വന്നതുകൊണ്ട് അദ്ദേഹം ആ വാഗ്ദത്തം പാലിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നോട്, എനിക്ക് എന്താണെങ്കിലും ആ 10,000 രൂപ നിങ്ങൾക്ക് തരണം, എനിക്ക് ആ വാക്ക് പാലിക്കണം എന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മത കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം എനിക്ക് ആ 10,000 ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത് മൂപ്പര് 10,000 അക്കൗണ്ടിൽ മേടിക്കുകയും ചെയ്ത്. എന്ന് മാത്രമല്ല, മൂപ്പർക്ക് വേണ്ടിയിട്ട് ദുആയാണ്. മൂപ്പർ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ഇഖ്ബാലു മൗലവിയുടെ സൂക്ഷ്മത കണ്ടിട്ട്. എന്നു മാത്രമല്ല, പരസ്പരം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അമീൻ മൗലവിയുമായി സംസാരിച്ച വോയിസ് ക്ലിപ്പ്, മെസ്സേജ്, അതുപോലെ വീഡിയോ ക്ലിപ്പുകൾ, അമീൻ മൗലവി ബ്ലോക്കായ കഥകൾ എല്ലാം റഫീഖുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ റഫീഖിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ റഫീഖ് ഈ ഇഖ്ബാലു മൗലവിയുടെ കൂടെ അങ്ങോട്ട് കൂടിയിട്ട് സംവാദത്തിൻ്റെ ഒരു ഭാഗമായി മാറി. എന്തിനു വേണ്ടി? സ്വന്തം നിലനിൽപ്പിന്.
ഹബീബ് വിഷയത്തിലുണ്ടായ ജാള്യത മറച്ചു വെക്കാനും വിമർശനമുന്നയിച്ച അമീൻ മൗലവിയോടുള്ള വിദ്വേഷം തീർക്കാനും സ്വന്തം ആദർശം പോലും പണയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാശയക്കാരനായ ഇഖ്ബാലു മൗലവിയുടെ നാവായിട്ട് റഫീഖ് മൗലവി മാറുകയാണ്. ഇഖ്ബാലു മൗലവിയെ വാനോളം പുകഴ്ത്താണ്. എന്നാൽ ഇഖ്ബാലു മൗലവിയുടെ ആദർശം അറിയോ റഫീഖെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനടുത്തു പോയിട്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് നബിയോട് പറയുന്നത് നിങ്ങളുടെ വാദപ്രകാരം ശിർക്കാണ്. ഇഖ്ബാലു മൗലവിക്കോ? ഇഖ്ബാലു മൗലവി പറയുന്നത് കേൾക്ക് എന്ന് മാത്രമല്ല, അമീൻ മൗലവിയെ സംവാദത്തിന് വിളിക്കുമ്പോൾ ഇഖ്ബാലു മൗലവി നിങ്ങളോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആദർശ പ്രതിബദ്ധതയുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുകയല്ലേ വേണ്ടത്? അത് ചെയ്യാതെ അത്രയും വലിയ റഫീഖ് വിശ്വസിക്കുന്ന റഫീഖിൻ്റെ ഭാഷയിൽ വലിയ ശിർക്കായ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ഒരാളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇഖ്ബാലു മൗലവി പറയുന്നത് കേക്ക്. ഫളായിൽ അഅ്മാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സിയാറത്തിന്റെ മര്യാദകൾ വിവരിക്കുന്നിടത്ത് സിയാറത്ത് ചെയ്യുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅ, അല്ലാഹുവിന്റെ ദൂതരെ അങ്ങയോട് ഞാൻ ശഫാഅത്തിനെ ചോദിക്കുന്നു എന്ന് പറയണം എന്ന് ഫളായിൽ അഅ്മാലിൽ ഉണ്ട്. ഈ പരാമർശം ഇത് ശിർക്കാണ്, ഇത് ശിർക്കുൻ അക്ബറാണ്, വലിയ കഠിനമായ ശിർക്കാണ് എന്നാണ് നമ്മളുടെ മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് മുജാഹിദ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടവരൊന്നും അല്ല കേട്ടോ. നോക്കൂ, ആ വീഡിയോയിൽ തന്നെ കാണാം മങ്കടയിൽ അടിപതറിയ വിസ്ഡം മുജാഹിദ്, ജിന്നു മുജാഹിദ് റഫീഖിൻ്റെ ഗ്രൂപ്പിനാണ് ഇഖ്ബാലു മൗലവി മറുപടി പറയുന്നത്. നബി തങ്ങളുടെ ഖബറിനടുത്ത് ചെന്നിട്ട് ശഫാഅത്തിനെ തേടിയാൽ അത് വലിയ ശിർക്കാണ് എന്ന് പറയുന്ന വിസ്ഡം മുജാഹിദുകാരന് ഇപ്പോൾ റഫീഖിൻ്റെ കൂട്ടുകാരനായ ഇഖ്ബാലു മൗലവി കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ. മുൻഗാമികളായ ഒരൊറ്റ പണ്ഡിതന്റെയും ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് നബി തങ്ങളുടെ ഖബറിനടുക്കൽ ചെന്ന് ശഫാഅത്തിനെ ചോദിച്ചാൽ അവൻ മുശ്രിക്കാകും, അല്ലെങ്കിൽ ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലും പറഞ്ഞത് ഉദ്ധരിക്കാൻ പറഞ്ഞിട്ട് ഇവരാരും ഉദ്ധരിച്ചിട്ടില്ല. റഫീഖ് ഉൾപ്പെടെയുള്ള മൗലവിമാരോട് നടത്തുന്ന വെല്ലുവിളിയാണ്. വിസ്ഡം മുജാഹിദിന് മറുപടി പറയുന്നതാണ്. റഫീഖെ, ആദർശ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് മറുപടി പറയുകയല്ലേ വേണ്ടത്? അത് ചെയ്യാതെ ആ വലിയ ശിർക്ക് എന്ന് നിങ്ങൾ വാദിക്കുന്ന ആശയം ശിർക്കല്ല എന്ന് പറയുകയും അതിനുവേണ്ടി ഇമാം നവവി അതുപോലെ പല പണ്ഡിതന്മാരുടെയും കിതാബുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് വലിയ ഒരു വീഡിയോ ഇറക്കിയ ഇഖ്ബാലു മൗലവിയോടൊപ്പമാണിപ്പോൾ റഫീഖ്. എന്തിനു വേണ്ടി? അമീൻ മൗലവിയെ സംവാദത്തിന് കൊണ്ടുവരാൻ. എന്ത് കാര്യമുണ്ട് ചങ്ങാതി? സ്വന്തം ആദർശത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾ അയാളോട് ദീനിൻ്റെ വിഷയത്തിൽ കൂട്ടുകൂടുന്നത് എന്ത് ധാർമ്മികതയാണ്, എന്ത് ആദർശ പ്രതിബദ്ധതയാണ്? ഒരു ഉളുപ്പുമില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം വാദത്തിനേറ്റ തിരിച്ചടി, സ്വന്തം വിവരക്കേടിന് സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴുള്ള നാണക്കേട്, അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ വന്നപ്പോൾ ചോദ്യം ചെയ്തവരെ ആക്ഷേപിക്കാനും അവരോടുള്ള വിദ്വേഷം തീർക്കാനും വേണ്ടി ഇയാൾ പുതിയ ഒരു കൂട്ടുകാരനുമായി രംഗത്ത് വന്നതാണ്. ഇതാണ് വഹാബി പുരോഹിതനായ റഫീഖ് സലഫിയുടെ അവസ്ഥ. നാണമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇവരുടെയൊക്കെ പിന്നാലെ റഫീഖിന് വേണ്ടിയിട്ട് വലിയ അഭിനന്ദനവും അതുപോലെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുമൊക്കെ കൂടെ കൂടുന്ന ആളുകൾ ഇയാളെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അതിനുള്ള അന്തമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.